ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോമ്പ് ധ്യാനം എന്ന പരമ്പരയിലേക്ക് എവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വയം ത്യജിക്കുന്ന സ്നേഹത്തിൻ്റെയും വ്യവസ്ഥയില്ലാത്ത സമർപ്പണത്തിൻ്റെയും കഥ പറയുന്ന നോമ്പുകാലത്തെ ആർക്കെങ്കിലും വിസ്മരിക്കുവാൻ കഴിയുമോ? ജീവിത നോമ്പുകളിൽ നോവുന്ന നോമ്പിൻ്റെ അനുഭവം, അതിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിക്കുവാൻ കിട്ടുന്ന അവസരം ക്രൈസ്തവന് ഏറെ പ്രാധാന്യമേറിയതാണ്. നോവിൻ്റെ നാദമുണർത്തുന്ന നോമ്പുകാലം കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. അറ്റുപോയ ബന്ധങ്ങളുടെ മുറിവുകളെ തിരിച്ചറിയുവാനും അത് ഉണക്കുന്ന ധന്യ നിമിഷമാകാനും നോമ്പ് ദിനങ്ങൾക്കാകണം. ആധുനിക ജീവിത സാഹചര്യങ്ങൾ ഉണർത്തുന്ന ബഹുദൂര അതിവേഗ പ്രയാണങ്ങൾക്കൊടുവിൽ നൊമ്പരപ്പെടുത്തുന്ന നോവും പേറി നടക്കുന്ന മനുഷ്യൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിനായുള്ള ആഹ്വാനമാണ് ഈ നോമ്പ്. അതുണർത്തുന്ന ചിന്തകൾ ചെറുതല്ല എന്ന് നാം തിരിച്ചറിയണം. നോമ്പിൻ്റെ ക്രമങ്ങൾ സ്വയം സമർപ്പിക്കുവാനും യഥാസ്ഥാനപ്പെടുവാനുമുള്ള പർണശാലകളായി മാറേണ്ടതുണ്ട്. സ്വയവർജനത്തിൻ്റെ, സ്വയം തിരുത്തപ്പെടലിൻ്റെ അനുഭവമാണ് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കുന്ന ഭാവം ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഡിനൈ ദൈ സെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ്. നമ്മെ തന്നെ ത്യജിക്കുന്ന അനുഭവം, നോമ്പിൻ്റെ നോവുന്ന അനുഭവം പുതിയ ജീവിത വഴികളെക്കുറിച്ചുള്ള ആത്മതപനത്തിൻ്റെ ദിനങ്ങളാകണം. എവിടെയാണോ വീണിരിക്കുന്നത് അത് തിരിച്ചറിയുവാനും മുമ്പോട്ടുള്ള പ്രയാണം സാധ്യമാക്കുവാനും ഒരുവന് കഴിയണം. അത് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് ഉള്ള പ്രയാണമാകണം എന്നതാണ് ബൈബിൾ നമ്മിൽ ഉണർത്തുന്ന ചിന്ത. ഇപ്പോൾ നീതിയുടെ നിശബ്ദതയിൽ നോവുന്ന നോമ്പുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവിത സംഘർഷങ്ങളിൽ കാലിടറാതെ മുമ്പോട്ട് നയിക്കുവാൻ നോമ്പിൻ്റെ ധ്യാനാത്മക ശക്തിയെ നാം വീണ്ടെടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നീതിയുടെ നിശബ്ദതയെ ഖണ്ഡിക്കുകയും വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമായ നമ്മുടെ നോമ്പുകൾ മാറ്റപ്പെടുകയും ചെയ്യണം. ഇത്രയെത്ര ആളുകൾ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ സമൂഹ നന്മയ്ക്കായി നീതിയുക്തം പോരാടിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യൽ പവർ ആക്ടിൻ്റെ പേരിൽ ഒരു ജനതയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന ജനതയ്ക്ക് വേണ്ടി വർഷങ്ങളായി പട്ടിണി കിടന്ന ഇറോം ശർമിള എന്ന മണിപ്പൂരുകാരിയെ നമുക്ക് മറക്കുവാനായിട്ട് കഴിയില്ല. നീതിയുടെ നിശബ്ദതയിൽ ജീവിതം നൽകി ജീവിതമേകുവാൻ ശ്രമിക്കുന്ന ശർമിളമാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്ന് നാം ഓർക്കണം. നമ്മൾ ബൈബിളിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ പഠിക്കുന്നൊരു സംഭവമുണ്ട്. അവിടെ യേശു കർത്താവ് യെരുശലേമിലേക്ക് പലായനം ചെയ്യുമ്പോൾ, യാത്ര ചെയ്തു പോകുമ്പോൾ തൻ്റെ തീർത്ഥാടനത്തിൻ്റെ വഴിമധ്യേ കണ്ടുമുട്ടുന്ന ഒരു അപരിചിതനായ മനുഷ്യൻ, വഴിവക്കിൽ മാത്രം നിൽക്കുവാൻ വിധിക്കപ്പെട്ടവൻ, രഥയോട്ടങ്ങളുടെ വീതിയിൽ കയറുവാൻ പോലും വ്യക്തതയില്ലാത്ത, അവകാശമില്ലാത്ത വഴിവക്കിൽ കഴിയേണ്ടുന്ന ഒരു മനുഷ്യൻ, ബർത്തിമായി. സ്വന്തമായി പേര് പോലുമില്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത സാധുവായ മനുഷ്യൻ വഴിവക്കിലിരുന്ന് നിലവിളിക്കുകയാണ്, സൺ ഓഫ് ഡേവിഡ് ഹാവ് മെഴ്സി ഓൺ മീ. എല്ലാവരും അവനെ വിളിക്കുന്നത് ബർത്തിമായി, തിമായിയുടെ മോനെ എന്നാണ്. അപ്പോൾ അവൻ്റെ നിലവിളിയുടെ സ്വരം സൺ ഓഫ് ഡേവിഡ് ഹാവ് മെഴ്സി ഓൺ മീ, എന്നോട് കരുണ തോന്നണമേ എന്നതായിരുന്നു. തൻ്റെ ജീവിതത്തിലുള്ള നോവുന്ന അനുഭവങ്ങൾ, ജന്മം മുതൽ ഒന്നും കാണുവാൻ കഴിയാതെ അന്ധത ബാധിച്ചവൻ, അതുകൊണ്ട് തന്നെ വീഥിയുടെ അരിവോരങ്ങളിൽ മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ടൊരു വിധിമൃഗമായി മാറ്റപ്പെട്ട ബർത്തിമായിയുടെ ജീവിതാനുഭവം, നോവുന്ന നൊമ്പിൻ്റെ അനുഭവമാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. ആ മനുഷ്യൻ വഴിവക്കിൽ ഇരുന്ന് വിളിക്കുമ്പോൾ അവൻ്റെ സ്വരം കേൾക്കുവാൻ പോലും താല്പര്യമില്ലാതെ ക്രിസ്തുവിൻ്റെ ഓരം പറ്റുന്ന തൻ്റെ ശിഷ്യന്മാരും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ജനസഹസ്രങ്ങളും അവനെ അടിച്ചമർത്തുവാൻ വ്യഗ്രതപ്പെടുകയാണ്. ഒപ്രസിംഗ് സ്ട്രക്ചർ വി കുഡ് സീ among these people. അവനെ തകർക്കുവാനും അവനെ തകർത്തെറിയുവാനും അവൻ്റെ നീതിക്ക് വേണ്ടിയുള്ള വിളിയിൽ, അവന് ഉത്ഥാനത്തിന് വേണ്ടിയുള്ള വിളി നിഷേധിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ യേശു കർത്താവ് അവൻ്റെ സ്വരം കേൾക്കുകയാണ്. യേശു കർത്താവ് പറയുന്ന അനുഭവം വളരെ വ്യക്തമാണ്. ഗോ ആൻഡ് കോൾ ഹിം. അവനെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ അവൻ അടിച്ചമർത്തപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ആ തരംതാണു പോകുകയല്ല, ഉറക്കെ വിളിക്കുകയാണ്.
അതിലേറെ ശബ്ദമുയർത്തി യേശുവിനോട് തൻ്റെ നോവുകൾ പങ്കുവയ്ക്കുവാൻ പരിശ്രമിക്കുന്ന ബർത്തിമായിയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ യേശുവിനെ നിർത്തുവാനും അവന് കഴിഞ്ഞു. സമൂഹത്തിൻ്റെ ചലനങ്ങൾ ഒപ്പിയെടുത്ത മനുഷ്യൻ യേശുവാണെന്ന തിരിച്ചറിവോടെ ചരിത്ര പ്രഖ്യാപനമാണ് നടത്തുന്നതും എന്ന് നാം ഓർക്കണം. അവൻ ഉറക്കെ വിളിക്കാൻ, സൺ ഓഫ് ഡേവിഡ്, യു ആർ ദ സൺ ഓഫ് ഡേവിഡ്. യേശുവേ, നീ ഞങ്ങളുടെ രാജാവിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ നീ എന്നെ രക്ഷിക്കുവാൻ തയ്യാറാകണം. ഉറക്കെയുള്ള അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, അവൻ്റെ ചരിത്ര പ്രഖ്യാപനം വലിയൊരു മാറ്റമാണ് അവിടെ ഉണ്ടാക്കുന്നത്. യേശു നിന്നു. തൻ്റെ കൂടെ ചുറ്റും നിന്ന ഈ പാപപ്പെട്ടവനെ കാണുവാൻ കണ്ണില്ലാതെ പോയ കണ്ണുപൊട്ടന്മാരുടെ കണ്ണ് യേശു തുറക്കുകയാണ്. ജീസസ് ഓപ്പൺ their eyes to see the reality of life. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നോവ് അനുഭവങ്ങളെ കാണുവാൻ ചുറ്റും നിന്ന ശിഷ്യന്മാരെന്ന യേശുവിനോടൊപ്പം ചേർന്ന ആത്മീയതയുടെ പരിപോഷം ആത്മീയതയുടെ ആൾരൂപമാണെന്ന് അവകാശപ്പെടുന്നവരുടെ കണ്ണ് തുറന്നു. അവരുടെ കണ്ണ് തുറന്ന് സാധുവിനെ കാണുവാനായിട്ട് യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് അവർ യേശുവിൻ്റെ വിളിയോട് പ്രതികരിക്കുന്നത്. ആ മനുഷ്യനോട് പറയുകയാണ്, ടേക്ക് കറേജ്, ജീസസ് ഈസ് കോളിംഗ് യു. യേശു നിന്നെ വിളിക്കുന്നു. എഴുന്നേറ്റ് യേശുവിൻ്റെ അരികിലേക്ക് വരുവാൻ അവനെയും കൂട്ടി വരികയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ആ സമൂഹം, യേശുവിൻ്റെ ശിഷ്യന്മാർ കണ്ണ് തുറന്ന് പാവപ്പെട്ടവനെ കാണുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇതാകണം നോമ്പിൻ്റെ അനുഭവം. മറ്റുള്ളവരുടെ വ്യഥയിൽ കൂടിയിരിപ്പാൻ, ഡിനൈ തൈസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ്. അവരുടേതായ ആത്മീക പരിപോഷണത്തിൻ്റെ യാത്രയിൽ പങ്കാളികളായി തീരുവാൻ മാത്രമല്ല, അവരുടെ ആത്മീയതയിൽ മുഴുകിച്ചേരുവാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ നൊമ്പരവും കൂടി കാണുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകളിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രമാണമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഇവിടെ സാധുവിനെ, ആ സാധുവായ ബർത്തിമായി വിളിക്കുകയാണ്, ടേക്ക് കറേജ്, ജീസസ് ഈസ് കോളിംഗ് യു. ഒരു തുടക്കത്തിനായ മനുഷ്യൻ തൻ്റെ പഴയ വസ്ത്രമൊക്കെ വലിച്ചെറിഞ്ഞ് ഓടി വരുന്ന കാഴ്ച ചെറുതല്ല എന്ന് നാം തിരിച്ചറിയണം. ആദ്യമായ ഒരു മനുഷ്യൻ അവനെ വിളിക്കുകയാണ്, ചേർത്ത് പിടിക്കുവാൻ. അവൻ്റെ വ്യഥയെ തിരിച്ചറിഞ്ഞ് അവനെ വിളിക്കുന്ന ബർത്തിമായി നമ്മൾ കാണണം. ഓടി വരികയാണ്. പഴയ പാത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ടാകാം, അവൻ്റെ പുതപ്പ്, അവൻ്റെ ആ ബഗർലിനെസ് കാണിക്കുന്ന, അവൻ്റെ ഭിക്ഷാടനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രം വലിച്ചെറിഞ്ഞ് ഓടി യേശുവിൻ്റെ അരികിലേക്ക് വരികയാണ്. പുതിയൊരു തുടക്കത്തിനായി, പുതിയൊരു ജീവിതത്തിൻ്റെ അധ്യായത്തിനായി ആത്മാർത്ഥതയോടുകൂടി ഓടി വരുന്നവനോട് യേശു ചോദിക്കും, നിനക്കെന്താണ് ആവശ്യം? നിനക്കെന്താണ് ആവശ്യം? അവൻ തുറന്ന് പറയുകയാണ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഇതുപോലെ നോമ്പുന്ന എത്ര പേരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്? ഡിനൈ തൈസെൽഫ് ആൻഡ് ടേക്ക് ഹിസ് ക്രോസ്. നമുക്ക് ഈ കുരിശ് വഹിപ്പാൻ കഴിയുമെങ്കിൽ അനേകരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയും. ഈ നോമ്പ് കാലത്ത് കർത്താവ് പഠിപ്പിക്കുന്ന പാഠം അതാണ്. ആ മനുഷ്യൻ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു കർത്താവ് അവന് കാഴ്ച മടക്കി നൽകുകയാണ്. സന്തോഷത്തോട് തുള്ളിച്ചാടി യേശുവിൻ്റെ ഈ വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമായി മാറുന്നതാണ് അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ, നോവനുഭവം പേറുന്ന നാളുകളിൽ, ഡിനൈ തൈസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് ഹിസ് ക്രോസ്, യേശുവിൻ്റെ കുരിശ്, യേശുവിൻ്റെ ജീവിതാനുഭവം പേറുവാൻ, നമ്മെ തന്നെ ത്യജിച്ച, നമ്മുടെ കുരിശുകൾ വഹിച്ച യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയുമോ? അതിന് സർവശക്തൻ തുണയ്ക്കട്ടെ. എല്ലാവിധമായ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.